ഭാരതം എന്ന് പറയുന്ന ഈ നാട്, നമ്മുടെ സംസ്കൃതി, അതൊരു വലിയ മഹത്വരമാർന്ന സംസ്കാരത്തിലൂടെ വളർന്നു വന്നൊരു ഒരു നാടാണ്. അതിൻ്റെ സംസ്കാരത്തിൽ നമ്മുടെ തലമുറകളെ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ എത്ര ബുദ്ധി ഉണ്ടായിട്ടും പറയൂ നിങ്ങൾ, കാര്യമില്ല. മൻമോഹൻ സിംഗിന് ബുദ്ധി ഉണ്ടായിരുന്നു, ഈ കഴിവുണ്ടായില്ല. അതുകൊണ്ട് ജനങ്ങൾ അയാളെ വെറുത്തു. എന്നാൽ നരേന്ദ്രമോദി ഭാരത സംസ്കൃതിയെ നിലനിർത്താൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയില്ല അതിന്. ഇപ്പം നമുക്ക് അയോധ്യയിലെ രാമക്ഷേത്രം വരുന്നു. ഇപ്പോഴിതാ കാശ്മീരിൽ, കാശ്മീരിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ശാരദാ ക്ഷേത്രം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് വരുന്നു. ജന്മം ചിന്തിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം, അവിടെ ക്ഷേത്ര നിർമ്മാണം, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പോയതാണ് ഞാൻ ശ്രീനഗറിൽ. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അവിടെ, വെറുതെ അടിച്ചു വിടുകയല്ലത്. ഇത് ഭാരതത്തിനേ പറ്റുള്ളൂ. ഈ തരത്തിൽ ഇന്നിതാ അബുദാബിയിൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്പലം ഇനാഗുറേഷൻ ചെയ്യാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അമേരിക്കയിലാണ്. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ സംസ്കാരം, ഇന്നിപ്പോൾ അമേരിക്കയുടെ ദേശീയ ഉത്സവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ക്രിസ്ത്യൻ രാജ്യമാണ്. ഒരു കാലഘട്ടത്തിൽ അവർ ക്രിസ്തുമസ് ഡേ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്താണെന്നറിയാം, ദീപാവലിയാണ്. ദീപാവലി എന്ന് പറയും. ഇന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വൈറ്റ് ഹൗസിൽ അന്ന് ദീപാവലി ദിവസം വിളക്ക് കൊളുത്തിയിട്ട് ആഘോഷിക്കണോ? അമേരിക്കൻ പ്രസിഡന്റ് ദീപാവലി സന്ദേശം കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, എവിടെയാണ് നമ്മളെന്ന്? ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് നമ്മളെ ഭരിച്ചപ്പോൾ എന്തെങ്കിലും സായിപ്പ് വിചാരിച്ചിട്ടുണ്ടാവും ഒരു ഇന്ത്യക്കാരെന്നെ കയറി പഠിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ ഋഷി സുനക്ക് അദ്ദേഹം ഭരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അവിടെ ഒരു രാമായണ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിൽ പറയുണ്ടായി, രാമായണത്തിൻ്റെ സപ്താഹവേദിയിൽ അവർ നല്ലൊരു ഹനുമാൻ സ്വാമിയുടെ ചിത്രം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓഫീസിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഗണേശ ഭഗവാനാണ്. ആ ഗണേശ ഭഗവാന്റെ ഒരു ഊർജം, ഒരു ശക്തി, അതാണ് എനിക്ക് രാജ്യം ഭരിക്കാൻ ഒരു പ്രചോദനം, മോട്ടിവേഷൻ നൽകുന്നത്. എന്നാൽ ഇവിടെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ് നടക്കുക. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നു ഗണപതി ഭഗവാന്റെ ഫോട്ടോ ആണ് ഞാൻ. ആരെങ്കിലും ആ ടോക്ക് കേട്ടു? അദ്ദേഹത്തിൻ്റെ ഋഷി സുനക്കിൻ്റെ ടോക്ക് ആരെങ്കിലും കേട്ടു? അറിയില്ല. കേട്ടുവോ നിങ്ങൾ? അപ്പോൾ ഈ തരത്തിൽ ഭാരത സംസ്കൃതി നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്ത അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തില്ലെങ്കിൽ പാവം കുട്ടികൾ ഇരകളാവും. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് കൾച്ചർ ഉണ്ടാവണമെന്നില്ല. കൾച്ചറും വിദ്യാഭ്യാസവും രണ്ടും അവർക്ക് പറയൂ. കൾച്ചർ ഉണ്ടാവുന്നത് ആചരണത്തിലാണ്. എന്താണ്? രാവിലെ എണീക്കുക, അമ്പലത്തിൽ പോവുക, ജപിക്കുക, അതാണ് ആചരണം. അപ്പോഴാണ് സംസ്കാരം ഉണ്ടാവുന്നത്. ആ സംസ്കാരമുള്ളവരുടെ കൂടെ പോയാലേ ജീവിതം തകരാതിരിക്കുള്ളൂ. വെറും വിദ്യാഭ്യാസമുള്ളവൻ സംസ്കാരശൂന്യനായാൽ അവൻ വല്ല കള്ളോ ഇതിനൊക്കെ അടിമയാണെങ്കിലല്ലോ എന്ന് മരിച്ചു നോക്കിയാൽ മതി കൂടുള്ളവർ. ഇനി മരിക്കേണ്ട കാര്യമില്ല, പക്ഷെ അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നത് തന്നെ മരിച്ചതെന്ന് ചൊല്ലിയാണ്. ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്, കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ജാതകം നോക്കരുത് കുട്ടികളുടെ. ആ കാലം കഴിഞ്ഞു. കാരണം അനവധി ജാതകം കഴിച്ച് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്ന് മാത്രമല്ല, ക്രൂരമായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്ത കുട്ടികളെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലെവലല്ല. മെഡിസിൻ, എൻജിനീയറിങ്, IIT, ആ ലെവലിലുള്ള പ്രൊഫഷണൽ ലെവലിൽ അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജാതകമല്ല നോക്കട്ടെ, സംസ്കാരം നോക്കണം. എന്താണ് സംസ്കാരം? ആ ജാതകത്തിൻ്റെ കാലം പോയി. അതൊരു കുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് ജാതകം. ഇന്നിപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, ഇൻഡിവിജ്വൽസ് ഫ്രീഡത്തിൽ ജീവിക്കാൻ, അവരവരുടെ സെൽഫിഷ്നെസ്സിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ജാതകത്തിൻ്റെ ആചാര്യൻ തന്നെ, ജ്യോതിഷ ആചാര്യൻ തന്നെ വരാഹമിഹിരനാണ്. ആരാണ്? ഈ ജ്യോത്സ്യന്മാരൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രധാന ആചാര്യൻ വരാഹമിഹിരൻ എന്ന് പറയും. അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മനപ്പൊരുത്തം മുഖ്യ ലക്ഷണം എന്നാണ്. മനപ്പൊരുത്തമാണ് ജാതകമല്ല, അതില്ല നോക്കണം. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. അപ്പം സംസ്കാരം നോക്കിക്കൊണ്ട് വേണം കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ആ മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ഋഷി.
മനപ്പൊരുത്തം മുഖ്യ ലക്ഷണം. ഇപ്പം ഏതാ നോക്കേണ്ടത്? ഇപ്പം എന്താ മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ? മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ദോശ ഇഷ്ടപ്പെടും, രണ്ടുപേരും ഇഡ്ഡലി സാമ്പാർ ഇഷ്ടപ്പെടാത്തവർ, അതാണോ മനപ്പൊരുത്തം? ഞങ്ങൾ രണ്ടുപേരും മോഹൻലാലിൻ്റെ ഫാനാണ്, മറ്റത് ട്യൂബാണ്, ഇതാണോ മനപ്പൊരുത്തം? ഇതല്ല മനപ്പൊരുത്തം. മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയോടുകൂടിയ ജീവിതമുണ്ടോ, ആചരണങ്ങളുണ്ടോ, അതാണ് മനപ്പൊരുത്തം. ആ സംസ്കാരമുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധം വളരെ ശക്തമായി മുന്നോട്ട് പോകും. അല്ലെങ്കിലൊക്കെ ദുരന്തമാണ്.